സീക്കർ എന്ന് പറയുന്ന ടൂളിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലർക്കും ഇതിൻ്റെ ഒരു അവസാനത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ സീക്കർ പറയുന്ന ടൂൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യാണ്. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ LS അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും സീക്കറിൻ്റെ പൈത്തൺ ഫയൽ. അപ്പോൾ നമ്മളാദ്യം സീക്കറിൻ്റെ പൈത്തൺ ഫയൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ സീക്കർ py കോപ്പി ചെയ്യാം. sudo python 3 നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള പേര് seeker.py, പാസ്വേഡ് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ അതായത് ഗൂഗിൾ ഡ്രൈവ് സൂം ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷൻ കൊടുക്കുകയാണ്. നമ്മളൊരു സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ G-Drive ഫയൽ, ഒരു സാമ്പിൾ ഫയൽ, ഇമേജിൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. ഇതാണ് G-Driveൻ്റെ ഫയൽ ലിങ്ക്. ഞാനത് കോപ്പി ചെയ്യണം. പേസ്റ്റ് ചെയ്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. പലർക്കും അടുത്ത് വരുന്നില്ല, ഇനി ഉള്ള ലിങ്ക് കിട്ടുന്നില്ല, സെർവിയോൻ്റെ ഇതിലേക്ക് കയറാൻ പറ്റുന്നില്ല പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ngrokൻ്റെ ക്ലൗഡ്ഫെയറിൻ്റെ ഒരു ഡ്രൈവ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ക്ലൗഡ്ഫെയർ DB ഇൻസ്റ്റാൾ എന്നോ DB ഡൗൺലോഡ് എന്നോ എന്ത് എഴുതാലും മതി. അപ്പോൾ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ ക്ലൗഡ്ഫെയർ ഡോക്സിൻ്റെ ഫയൽ സൈറ്റിൽ പോയിട്ട് നമ്മൾ DB ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ARM64 ഫയൽ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റം നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. സേവ് എടുത്ത് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതാവശ്യമില്ല, നമുക്ക് മിനിമൈസ് ചെയ്തിടാം. ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. ഡൗൺലോഡ്സിലാണല്ലോ ഇപ്പോൾ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ്സിലേക്ക് പോവാം. CD ഡെസ്ക്ടോപ്പിലെത്തിയിട്ടുള്ളൂ. ഒന്നുകൂടി പുറകിലേക്ക് പോയിട്ട് ഞാൻ ഡൗൺലോഡ്സിലേക്ക് പോവാം. എല്ലാ സ്ഥലത്തും നോക്കിയാൽ ക്ലൗഡ് ഫ്ലയറിൻ്റെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത DB ഫയൽ ഇവിടെ ഉണ്ട്. അതിനായിട്ട് ബാക്കി നമ്മൾ ചെയ്യേണ്ടത് sudo dpkg എന്നിട്ട് ഈ ഫയൽ പേര് കൊടുക്കും. പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. ഞാനത് ഓൾറെഡി എൻ്റെ ഇത് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ വന്നത്. നിങ്ങളത് അങ്ങനെ ചെയ്യുമ്പോൾ റെഡി ആയിട്ട് വരും. അത് യെസ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ക്ലൗഡ് ഫ്ലെയർഡ് --URL സ്പേസ് ലോക്കൽ ഹോസ്റ്റ് പിന്നെ നമ്മുടെ പോർട്ട് നമ്പർ എത്രയായിരുന്നു? 8080 ആയിരുന്നു. അപ്പോൾ നമ്മൾ പോർട്ട് നമ്പർ 8080 കൊടുക്കുക, എൻ്റർ കൊടുക്കുക.
അപ്പോൾ ഇവിടെ ലിങ്ക് ജനറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷെയറബിൾ ആയിട്ടുള്ള ലിങ്ക്. മീൻസ് നമ്മൾ ഫിഷിംഗ് ആയിട്ടുള്ള ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ യൂണിയൻ പെർമിഷൻ റിക്വസ്റ്റ് ആക്സസ് ചോദിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും കാണിച്ചു. റിക്വസ്റ്റ് ആക്സസ് കൊടുത്ത് നമ്മൾ അലോ കൊടുക്കുമ്പോൾ ലൊക്കേഷനിൽ അലോ റിക്വസ്റ്റ് പെർമിഷൻ ചോദിക്കും. അവർക്ക് ആ ഡ്രൈവ് ഫയലും കാണും, നമ്മൾക്ക് അതുപോലെ ലൈവ് ലൊക്കേഷൻ്റെ ലിങ്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ആ എറർ മാറ്റാനുള്ള വഴി. ഓക്കെ, താങ്ക് യു. You turn around, I feel the